ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡ്രാമയാണ്. ഡ്രാമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡ്രാമയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കഥാനായികയായ ജിയാനെയാണ് കാണുന്നത്. ജിയാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ നെയ്ബർ വിളിച്ചിട്ട് പറയുന്നത് അവളുടെ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കയറിയെന്ന്. അത് കേട്ട് ടെൻഷനായ അവൾ കമ്പനിയിൽ എന്തോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അതേസമയം നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നമായ കുടുംബമായിട്ടുള്ള ലൂ ഗ്രൂപ്പാണ്. അവിടുത്തെ ഏറ്റവും തലമൂത്ത മുത്തശ്ശിയാണ് നമ്മൾ കാണുന്നത്. അവർ അവരുടെ മകളുടെയും മകളുടെയും ഫോട്ടോ നോക്കിയിരിക്കുകയാണ്. രണ്ടുപേരെ നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശി വളരെ ഇമോഷണലായിരുന്നു. അന്നേരം അവിടേക്ക് 3 ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ വരുന്നു. അവർ മുത്തശ്ശിയുടെ ചെറുമക്കളുടെ സ്ഥാനത്തുള്ളവർ തന്നെയാണ്. മുത്തശ്ശി ഇവരെ ദത്തെടുത്ത് വളർത്തിയതാണ്. ഇവരാണിപ്പം ലൂ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന പുതുതലമുറ. അതിൻ്റെ ഒന്നാമൻ്റെ പേര് ലൂ, മറ്റ് 2 പേരുടെ പേര് ഹാൻ, ഷാൻ. കൊച്ചുമകളെ അന്വേഷിക്കാനായി അവരെ ഏൽപ്പിച്ചിരുന്നു മുത്തശ്ശി. അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ചോദിച്ചപ്പോൾ ഇതുവരെ കണ്ടുപിടിക്കാനായാലും ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ എന്ന് ഷാനും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉറപ്പായും കണ്ടുപിടിക്കുമെന്ന് ലൂ പറയുന്നു. ഈ സമയത്താണല്ലോ നമ്മുടെ ജിയാങ്ങനെ കാണുന്നത്. ധൃതിയിൽ വീട്ടിലേക്ക് പോയി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാനായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അവൾ അവിടെ എത്തുമ്പോൾ അവളുടെ റൂമിൽ ഇരുന്ന് സ്വർണ്ണമെല്ലാം ആഭരണങ്ങളെല്ലാം എടുത്ത് നോക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാണുന്നത്. അവൾ ഇതാരാണെന്ന് അമ്പരന്നിരിക്കുമ്പോൾ നോക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഇവളുടെ ചേട്ടനും കൂടി അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവൻ പറയുന്നു, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇനി ഈ വീട് നമുക്കുള്ളതാണ്. ഇത് കേട്ട് അവൾ ദേഷ്യപ്പെടുന്നു അവളുടെ ബ്രദറിനോട്. ആ സമയത്ത് അവിടേക്ക് കടന്നു വരുന്ന ജിയാങ്ങിൻ്റെ അച്ഛനും അമ്മയും അവളുടെ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നു. അവളുടെ ചേട്ടനൊരു അച്ഛനാവാൻ പോവാം, അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം ഞങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തും. അപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു വീട് വേണ്ടേ, അതിന് നീ ഇവിടെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തൂടെ എന്നൊക്കെയാണ് അവർ ജിയാങ്ങിനോട് ചോദിക്കുന്നത്. ഇത് കേട്ട് അവൾ മറുപടി പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു വെച്ച് വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോവാൻ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? എപ്പോഴും സുഖിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യാതെ സുഖിച്ച് ജീവിക്കുന്ന ചേട്ടന് വേണ്ടി നേടിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ എന്നോടിങ്ങനെ പറയാൻ തോന്നുന്നു? എൻ്റെ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയുമില്ലേ? ചേട്ടനെ ഞാൻ എപ്പോഴും സുഖിപ്പിച്ച് ജീവിച്ചാൽ മതിയോ? അവനൊരു കഷ്ടപ്പാടും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ബ്രദർ, അതെ, എനിക്ക് ഇവരെല്ലാം തരും, കാരണം നിന്നെ അവർ ദത്തെടുത്തതാണെന്ന് അവൻ പറയുന്നു. അത് വിശ്വസിക്കാനാവാതെ പുതിയ അറിവായി ജിയാങ് നീക്കുമ്പോൾ അവളുടെ അമ്മയും പറയുന്നു, അതെ, നിന്നെ ഞങ്ങൾ ദത്തെടുത്തതാണ്. നിന്നെ ദത്തെടുത്ത് വളർത്തിയപ്പോൾ എങ്ങനെയെങ്കിലും നിന്നെക്കൊണ്ട് പൈസ ഉണ്ടാക്കിപ്പിച്ച് എൻ്റെ മകനെ സൂചിപ്പിച്ച് ജീവിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് ചിന്തയുണ്ടായിരുന്നു. വിഷമിച്ച് അവൾ മുറിയിലേക്ക് പോകുന്നു. പക്ഷേ തിരിച്ചു വരുന്ന അവളുടെ കയ്യിൽ ബാത്റൂം കഴുകുന്ന ബ്രഷായിരുന്നു ഉണ്ടായിരുന്നത്. അവളത് കാണിച്ച് ഇപ്പം ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവരുടെ അമ്മ കരഞ്ഞുകൊണ്ട് ഫോണെടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, കണ്ടു ഇവൾ ഞാൻ ഇത്രയും നന്നായിട്ട് എടുത്ത് വളർത്തിയതിന് അവൾ എനിക്ക് തരുന്ന പ്രതിഫലം കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയിച്ച് വീഡിയോ എടുക്കുമ്പോൾ അവൾ പക്ഷേ അതിൽ നിന്നൊന്നും പേടിക്കുന്നില്ല, അത് കണ്ടൊന്നും പേടിക്കുന്നില്ല. അവൾ അവരോട് ഇറങ്ങിപ്പോകാൻ തന്നെ പറയുന്നു. അന്നേരം അവൾ പറയുന്നു, നിങ്ങൾ എന്നെ വളർത്തിയ കണക്കൊന്നും പറയണ്ട, അന്ന് പണ്ട് തൊട്ടേ നിങ്ങളെന്നെ മുതലാക്കാനേ നോക്കിയിട്ടുള്ളൂ. എൻ്റെ ചോര ഊറ്റി കുടിക്കുമായിരുന്നു നിങ്ങൾ. എപ്പോഴും നിങ്ങൾക്ക് പണമെന്നേ ഉള്ളൂ. എന്നാലും ഞാൻ അതിനെല്ലാം വിഷമമില്ലാതെ എൻ്റെ ഫാമിലിയല്ല, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയല്ല ഞാൻ കഷ്ടപ്പെടുന്നതെന്ന് ഓർത്താൽ. പക്ഷെ ഇപ്പം നിങ്ങൾ എൻ്റെ ഫാമിലിയല്ലെന്ന് ഞാൻ അറിഞ്ഞല്ലൊക്കെ പറഞ്ഞ് അവൾ ആ ഫാമിലിയെ പുറത്താക്കുന്നു. അത് കഴിയുമ്പോൾ അവളുടെ സ്റ്റെപ്പ് മദർ പറയുന്നു, ഇങ്ങനെയൊന്നും ഞാൻ അവളെ വെറുതെ വിടത്തില്ല, ഞാൻ അവളെ മോശക്കാരിയായി ചിത്രീകരിക്കും. അവളെ വളരെ മോശക്കാരിയായിട്ടാണ് അവർ ആ വീഡിയോ പബ്ലിക്കിലെത്തിക്കുന്നത്. അനാഥയായ ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ചെയ്യുന്നത് കണ്ടോ എന്നുള്ള ഒരു ഇതിലാണ് അവർ ആ വീഡിയോ പബ്ലിക്കിലേക്ക് കാണിക്കുന്നത്. ലൂവിൻ്റെ കമ്പനിയിലെ സ്റ്റാഫ്സ് ഈ വീഡിയോ കൊണ്ട് സംസാരിക്കുന്ന കേട്ട് ലൂ എന്താണെന്ന് തിരക്കാൻ പോയപ്പോഴാണ് ഈ വീഡിയോ ലൂ കാണുന്നത്. അപ്പോൾ മുത്തശ്ശി ഇത് കാണിക്കണമല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ട് കാണിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, അത് ഇതാണ് എൻ്റെ കൊച്ചു. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ലൂവും ഹാനും ഷാനും കൂടി ജിയാനെ തേടി ചെല്ലുന്നു. അതേസമയം ജിയാനെ തൻ്റെ ജോലിസ്ഥലത്ത് തെറ്റായുള്ള കരുതലുകൾ കാരണം ജോലിസ്ഥലത്ത് എല്ലാവരും ജിയാനെ ഒരു മോശം പെൺകുട്ടിയായി സ്ഥിരീകരിച്ചിരുന്നു. ഇതൊക്കെ കണ്ട് ജിയാനൊന്നും ആയില്ല. കാരണം ജിയാൻ ഈ വീഡിയോ ഒന്നും കണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്നുള്ള വ്യക്തമായ ഒരു കാരണം ജിയാൻ ഇതുവരെ കണ്ടെത്തിയില്ലായിരുന്നു.
അപ്പോഴത്തേക്ക് അവിടേക്ക് അവളുടെ വളർത്തു ഫാമിലി വന്നിരുന്നു. അവളുടെ വളർത്തമ്മ പറഞ്ഞു, ഇനി നിന്നെ ഇതിനേക്കാൾ കൂടുതൽ നാണം കെടുത്തു. ഇനി നിനക്ക് എവിടെയും ഈ ജോലി ഉപേക്ഷിച്ച് നിന്നെ ഇവിടുന്ന് തന്നെ പിരിച്ചു വിട്ടിട്ട് ഇനി വേറെ എവിടെയും ഇനി ഒരു ജോലി കിട്ടാത്ത രീതിയിലാക്കും എന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞ് വളർത്തമ്മ ജിയാനെ ചാലഞ്ച് ചെയ്തു. നിങ്ങളെന്താണ് ഈ പറയുന്നത്? ഇതൊന്നും കേട്ട് ഞാൻ നിങ്ങളെ പേടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലൂവും ഹാനും ഷാനും കൂടി അങ്ങോട്ട് വരുന്നത്. ഇതോടെ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് തീരുകയാണ്. ബാക്കി എപ്പിസോഡൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ വരും. ഡ്രാമ ചെയ്തത് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ടാറ്റാ.